ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിനായി കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഇനി ഒട്ടും സമയം കളയാതെ തിരുവചനത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന 103-ാം സങ്കീർത്തനം, അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മുടെ ചിന്തനയ്ക്കായി നമുക്ക് വായിക്കാം. 103-ാം സങ്കീർത്തനം, അതിൻ്റെ 5-ാമത്തെ വാക്യം. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബെൻസിപ്പാഷും കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദാസിക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, സഭാ സെക്രട്ടറി, വിശ്വാസികൾ, ആമേൻ, കുഞ്ഞുങ്ങൾ, ആമേൻ, മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ എല്ലാവർക്കും കർത്തനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ, ആമേൻ, അസിസ്റ്റൻ്റൊക്കെ ചെയ്യുന്ന കർത്തദാസന്മാരുണ്ട്. അവരെല്ലാം ഓർത്ത് അവരെയും കുടുംബങ്ങളെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. പ്രത്യേകാൽ ഭരദ്ഭാഷും ഞാനും ഒന്നിച്ച് കർത്താവ് അതിൻ്റെ ദാസിയും കർത്താവ് കൂട്ടിക്കൊണ്ട് വന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്ന് പകൽക്കാലം ഒരുമിച്ച് അദ്ദേഹത്തിന് മലയാളം നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. അലസൂദൻ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കർത്താവിൻ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. ആമേൻ. അലസൂദനം ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ, ആമേൻ, കർത്താവിൻ്റെ ദാസനെ കൊണ്ടുവന്നത്, ആമേൻ, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഭയങ്കരമായൊരു വയറ്റുവേദനയാണ്. ദീർഘനാളുകളായി അവർ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അലസൂദനം വയറ്റുവേദന മാറത്തില്ല. ആമേൻ. വളരെ പോരാട്ടമായിട്ട് അനുഭവപ്പെടുവാനിടയായി തോന്നുന്നു. അങ്ങനെയാണ് 3 ദിവസം ഉപവാസത്തിൽ ഞാനായിരിക്കുമ്പോൾ തമിഴ് ഫാമിലിയുടെ ബന്ധത്തിലായിരിക്കുന്ന സമയത്താണ്, ആമേൻ, കർത്താവിൻ്റെ ദാസൻ വളരെ കരഞ്ഞുകൊണ്ട് വിളിക്കുവാനിടയായി തോന്നുന്നു. ഭയങ്കര കാർച്ചയായിരുന്ന കുഞ്ഞ്. ആമേൻ. ആര്യസ്തോത്രം. എന്തായാലും വെള്ളം പ്രാർത്ഥിച്ച് ഞാൻ നൽകിയെങ്കിലും ആ കുഞ്ഞിൻ്റെ വയറ് ഇളകിപ്പോയി. ആമേൻ. ആര്യസ്തോത്രം. അന്നാരം ദൈവം ആശ്വാസം കൊടുത്തു. പിന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച്, ആമേൻ, വേദി പ്രാർത്ഥിച്ചു. ഇന്ന് അവൾക്ക് ദൈവ സൗഖ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ വിടുതലുകൾ ദൈവം ചെയ്യുവാനിടയായി തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ ഡൽഹി വന്നിട്ട് ഞാൻ മലയാള ചർച്ചിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതുവരെ തമിഴിലാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ആമേൻ. സ്തോത്രം. കർത്താവ് ഈ ദിവസങ്ങളെല്ലാം തമിഴ് ചർച്ചിലായിരുന്നു, തമിഴ് ജനത്തിൻ്റെ നടുവിലായിരുന്നു കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരുടെ ആരാധനയും അവരുടെ സന്തോഷമൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ ഏറ്റെടുക്കാനുള്ള ആവേശം, അവർ നിൽക്കുന്ന ആ ഭാവം, ആമേൻ, സ്തോത്രമൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസന് ഞങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ, ഇന്നലെ ഞങ്ങൾ, ആമേൻ, ഏകദേശം 2 മണി കഴിഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥന തീർന്നപ്പം. രാത്രിയിൽ 2 മണി വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു വിഷയത്തിന് വേണ്ടി. ആമേൻ. ഒരു ഭൂതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു 2 മണി വരെ. ആ പ്രാർത്ഥന 2 മണിയായി തീർന്നപ്പം. പ്രൈസ് ദി ലോർഡ്. അതും തീർന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, കറക്റ്റ് 4 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്തു, പുറപ്പെട്ടി ഞങ്ങൾ ഇവിടെ വരുവാനിടയായി തീർന്നത്. ആമേൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവം ഈ ദിവസങ്ങളിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ യഹോവ അകത്തളങ്ങളെ നോക്കുന്നു. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ യഹോവ അകത്തളങ്ങളിൽ നോക്കുകയാ. ആത്മാവിൽ വിവേചിക്കുവാൻ കഴിവുള്ള ദൈവമക്കളെ ഓർത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആത്മാവ് നിറമുള്ള ദൈവവൈതലേ, നിന്റെ വീട്ടിനകത്തൊരുവൻ കാലുകുത്തിയാൽ ആത്മനിറവ് കൊണ്ട് തിരിച്ചറിയാൻ ആത്മസാന്നിധ്യം പ്രാപിച്ച ദൈവമക്കളെ ഓർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവെന്നൊന്ന് തിരിച്ചറിയാൻ അത് പ്രാപിക്കുന്നവരെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, അന്യഭാഷ ഒത്തിരി പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പക്ഷേ ആത്മാവിൽ വിവേചിച്ച് തിരിച്ചറിയാൻ പ്രാപിക്കുന്നവരെ ഓർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ, ആമേൻ, ഹല്ലേലൂയ, വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ആത്മാവിനെ തിരിച്ചറിഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാപിക്കുന്നവരെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അനേക ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസനറിയാം, അനേക പ്രിയപ്പെട്ടവരാ വന്ന് വിടുതൽ പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവരുടെ ഇടയിൽ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേര് മാനസാന്തരപ്പെട്ടെന്ന് അറിയും. ഞങ്ങൾ ദൈവം സഹായിച്ച കർത്താവിൻ്റെ ദാസനാണ് ഞങ്ങൾ അവിടെ ചർച്ച് രൂപീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ എത്ര ദിവസം കൊണ്ട് കരയുമെന്നറിയോ. പക്ഷെ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാ ദൈവത്തിൻ്റെ പ്രവൃത്തി. ആമേൻ. ഹല്ലേലൂയ. അതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. ഹല്ലേലൂയ. വായിച്ചതായിരിക്കുന്ന സങ്കീർത്തനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക. വേഗത്തിൽ പര്യവസാനം കുറിക്കുവാൻ. ആമേൻ. എത്രത്തോളമാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓടിച്ചു പറഞ്ഞ് നിർത്താൻ പോകുക. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഹൃദയം തന്നെ രാഗത്തിൽ നിന്ന് പാടിയ കീർത്തനം. ആമേൻ. സങ്കടങ്ങൾ വന്നപ്പോൾ സങ്കടത്തിൽ നിന്ന് വിമോചനം ലഭിച്ചപ്പോഴൊക്കെ പാടിയ കീർത്തനമാണ് സങ്കീർത്തനം. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരാറുണ്ട്. വരുന്ന ഗസ്റ്റിനൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കും. ആമേൻ. അതൊക്കെ ഒടിഞ്ഞത് പൊടിഞ്ഞതൊക്കെ കൊടുത്താൽ ഒരു ഗസ്റ്റും തിന്നുകയില്ല. ഉണ്ടോ? സ്വത്രമില്ല. അതൊക്കെ അങ്ങ് മാറ്റി വെക്കും. നല്ലതെടുക്കും. അതിനെ ഒടിച്ചേ തിന്നാനൊക്കത്തുള്ളൂ. ഞങ്ങളുടെ നാട്ടിലൊരു പാസ്, ഒരു സെക്രട്ടറി, സഭയുടെ സെക്രട്ടറി, ആമേൻ, അവസാനം മാസവും കഴിഞ്ഞ് അവസാനം പൊടിഞ്ഞ പപ്പടം എല്ലാം കൂടെ കൊണ്ടുവന്ന് ആമേൻ പ്ലേറ്റ് ഇട്ടപ്പം സെക്രട്ടറി ഭയങ്കര ബഹളം. പൊടിഞ്ഞ പപ്പടം എനിക്ക് വേണ്ട, എനിക്ക് നല്ല പപ്പടം മതി എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പോൾ എന്തോ ചെയ്തോ, ദൈവദാസനൊരു പപ്പടം കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, പൊടിക്കരുത്, പൊടിക്കാതെ കഴിക്കണം. ഞാൻ ആ ദൈവദാസനെ സ്തുതിക്കുക. ചില സെക്രട്ടറിമാർ, ചില ഉദ്യോഗന്മാർ ഒതുക്കും. പുള്ളി ചോദിച്ചു, പൊടിക്കാതെ എങ്ങനെയാണ് കഴിക്കുന്നത്? പിന്നെ പൊടിഞ്ഞത് കഴിച്ചാൽ തന്നെ. അപ്പം പൊടിക്കരുത്, പൊടിക്കാതെ കഴിക്കണം. നമ്മൾ പപ്പടം കിട്ടിയാൽ ഉടനെ ഒരു പിടുത്തമല്ലേ, ഒരു പിടുത്തത്തിൽ നമുക്ക് ആ പിടുത്തവാ. ആമേനാടിയ സ്വന്തം. അപ്പം പിന്നെ ഈ പൊടിഞ്ഞങ്ങഴ ഉമാമൻ ഞുറിഞ്ഞതും തകർന്നതുമായ മനസ്സുകളെ ആർക്കും ഇഷ്ടമല്ല. പക്ഷേ സങ്കീർത്തനം പറയാ, ഹൃദയം ഞുറിഞ്ഞവർ യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ രക്ഷിക്കുന്ന ഏക രക്ഷകനായി അടുത്തു നിൽക്കുന്ന നിന്റെ കുഞ്ഞ്, നിന്റെ സങ്കടം കാണുന്നവൻ, നിന്റെ വിലാപങ്ങൾ അറിയുന്നവൻ, നിന്നെ ആമേ നൃത്തമാക്കി മാറ്റുന്നവൻ, ആമേ നിന്റെ സമീപം നിൽക്കുന്നത്. നിന്നെ ആരും കണ്ടില്ലെങ്കിലും, നിന്റെ അപ്പൻ കണ്ടില്ലെങ്കിലും, അമ്മ കണ്ടില്ലെങ്കിലും, സഭക്കാര് കണ്ടില്ലെങ്കിലും, ആമേൻ, ഹല്ലേലൂയ, ദൈവം കാണുകയാ. അവന്റെ മുമ്പിലാ ഇന്ന് പകലായിരിക്കുന്നത്. ആത്മാവിൽ നിറയുന്നവരെ ഓർത്ത് അഭിഷേകം ആമേൻ ഉള്ള ദൈവ മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഓ ദീപാലപന ബൗഡപന ശൈലപ ദിഗാലക അന്യഭാഷകളെ ആമേൻ നിറയട്ടെ. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. എന്നാൽ നിങ്ങളാരും ചിന്തിച്ചിട്ടില്ലാത്തൊരു മേഖലയിൽ പോയി പരിശുദ്ധാത്മാവിൽ പര്യവസാനം കുറിക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. 103-ാം സങ്കീർത്തനം 5-ാം വാക്യം. വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പക്ഷികളും മൃഗങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ഉറുമ്പിനെ പോലും ദൈവം എന്ത് ചെയ്തിട്ടില്ല, സ്വത്രത്തില്ല, വിട്ടിട്ടില്ല. മനുഷ്യനോട് പറയാ, ബുദ്ധിമാനായ മനുഷ്യനോട് പറയാ, നീ ഉറുമ്പിനെ നോക്കി. ഇതുവരെയും പഠിച്ചിട്ടില്ല, നമ്മൾ നടക്കുന്നത് പഠിച്ചെന്ന. പക്ഷെ തമ്പുരാൻ പറയാ, ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിപ്പി. അതിലേറ്റവും കൂടുതൽ 80% വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന പക്ഷിയുടെ പേരാണ് കഴുകൻ. എന്താ കഴുകന്റെ പ്രത്യേകത? ഇവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. ആമേന ഓടിച്ചു പോവുക. കഴുകന്റെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചാൽ, ആമേനാലി ഒന്നാമത്തെ പ്രത്യേകത അവൻ്റെ പാർപ്പിടമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, അവൻ്റെ പാർപ്പിടം ഭയങ്കരമാണ്. ആമേനാലി സ്തോത്രം. ആമേൻ. വായിച്ചേ യോബിന്റെ പുസ്തകം 39-ാം അധ്യായം 28-ാമത്തെ വാക്യം. വേഗത്തിൽ വായിക്കണം. യോബിന്റെ പുസ്തകം 39:28. നിങ്ങൾ നോക്കണമേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. നമുക്കറിയാം, മരംകൊത്തി എന്ന് പറയുന്നൊരു പക്ഷി ഉണ്ടായിരുന്നു നാട്ടിൽ. മരംകൊത്തി ആമെ ചെല്ലുന്നു മരങ്ങൾ കൊത്തി അതിനകത്ത് കൂട് നിർമ്മിച്ച് ആമെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് രാവാക്കുമായിരുന്നു. ആമെ ഈട്ടി തേക്ക മുതലായ മൺമരങ്ങളിൽ ചെന്ന് കൊത്തിയിട്ടൊന്നും കൂട് നിർമ്മിക്കാൻ അതിന് പറ്റിയില്ല. പക്ഷേ അത് ചെന്ന് ആമെ മണ്ടയില്ലാതെ നിൽക്കുന്ന ഒരു ആഴാന്തല് കണ്ടിട്ട്, അല്ലെങ്കിൽ ചെതുക്കിച്ചു പോയ റബ്ബർ കണ്ടിട്ട് അതിനകത്ത് എന്ത് ചെയ്ത് കൂടുകൂട്ടി രാവാത്തു കുഞ്ഞുങ്ങളെ
വിരിയിച്ചു. പക്ഷേ മഴയും പേമാരിയും പെയ്തിറങ്ങിയപ്പോൾ കാറ്റടിച്ചപ്പോൾ അത് ഒടിഞ്ഞു നിലംപരിശായി. വംശനാശം സംഭവിച്ച പക്ഷിയാണ് ആദ്യം മരം കൊത്തി. നീ പറയുന്നു കുരുകിൽ കൂടുകൂട്ടുന്ന എവിടെയാണെന്നറിയോ? ഓലയുടെ തുമ്പത്ത് ഒരു ഓലയുടെ കാലേല് അത് കൂടുകൂട്ടി രാപാത്ത് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നു. നമുക്കറിയാം ഓലയുടെ ആയുസ് അറ്റുപോയാൽ അതും എന്തെന്നും നിലംപരിശായി. വംശനാശം സംഭവിച്ചു. കുരുകിലിന്റെ കൂടെ ഉള്ളൂ, കുരുകിലിനെ കാണാനില്ല. ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലാണ് മുട്ടയിടുന്നത്. കിണറ്റിൽ മുട്ടയിട്ട് രാവാസു കുഞ്ഞുങ്ങളെ വിരിയിച്ചു. കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്ന് വെള്ളത്തിനകത്ത് വീണ് അതിനും വംശനാശം സംഭവിച്ചു. വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ വംശനാശം സംഭവിക്കാത്ത അഴിഞ്ഞു പോകുന്ന ആഴാമ്പലിലോ ഒടിഞ്ഞു പോകുന്ന മലക്കൊമ്പുകളിലോ ഒന്നുമല്ല പക്ഷിയായ കഴുകന്റെ കൂട്. അവന്റെ കൂട് പാറയുടെ മുകളിലാ. പാറ ക്രിസ്തുവിനെ കാണിക്കുകയാ. ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആത്മനിറവുള്ളവന്റെ കൂടാരം എവിടെയാണെന്നറിയാമോ? അവൻ ക്രിസ്തുവിലാണ്. പ്രതികൂലങ്ങൾ വന്നാൽ, പ്രതിബന്ധനം വന്നാൽ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാൽ, പേമാരി പെയ്താൽ നിന്റെ കൂട് ചലിക്കത്തില്ല. കാരണം നിന്റെ കൂടെ ഇരിക്കുന്നത് അഴിഞ്ഞു പോകുന്ന വസ്തുവിലല്ല, ആത്മനിറവില. പ്രാപിച്ചവരെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. ഈ കഴുകന് കൂട് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു കുടമിരിക്കുന്നത് പോലെ തോന്നും. എന്നാൽ ആമേൻ അറിയ പെൺകഴുകനാണ് ഈ വീട് നിർമ്മിക്കുന്നത്. ആൺകഴുകൻ സാധനം എത്തിച്ചു കൊടുക്കും. എന്നിട്ട് കല്ലും മുള്ളും കൊണ്ട് ഇതിൻ്റെ അടിത്തറ പാകും. കല്ലുണ്ട്, മുള്ളുണ്ട്, ഇത് രണ്ടും കൊണ്ട് അടിത്തറവാകും. എന്തിനാണെന്നറിയാമോ? അത് പറയാം. ഈ കല്ലും മുള്ളും കൊണ്ടാണ് അടിത്തറ. എന്നിട്ട് ഇതിന് കേൾത്താമസമുണ്ട്. നമ്മളെങ്ങനെയാണെന്നറിയോ? ഒരു വീട് പണിയും, അറ്റത്ത് താമസിക്കും, ഇങ്ങേ അറ്റത്ത് പണി നടക്കും. സ്വത്തമില്ല. പിന്നെ ഒരു പക്ഷേ പാലൊന്നും കാച്ചിയില്ലെന്നേ. നാട്ടിൽ ഇപ്പം അങ്ങനെയാണ്. താമസം തുടങ്ങും, പക്ഷെ കഴുകന് കൂട്ടി കേർത്താമസമുണ്ട്. തനിക്ക് പറ്റിയൊരു കുഞ്ഞാടിനെ എടുത്തുകൊണ്ട് വരും. വന്നിട്ട് എന്ത് ചെയ്യുന്നോ? തലകീഴായി നിർത്തും. പെൺകഴുകൻ അതിൻ്റെ കഴുത്തിന് പോടും. അതിൻ്റെ രക്തം മുഴുവനും ആ കൂടാരത്തിൽ തളിക്കപ്പെടും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കട്ടളമേലും കുറുമ്പടിമേലും തേച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. സംഹാരകൻ കടന്നു വന്നില്ല. ഈ രക്തം കട്ട പിടിച്ചുണങ്ങിക്കിടക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, നമ്മുടെ പണം കണ്ടിട്ടോ, നമ്മുടെ സൗന്ദര്യം കണ്ടിട്ടോ, നമ്മുടെ ആമേൻ സമ്പത്തിൻ്റെ വലിപ്പം കണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ കഴിവ് കണ്ടിട്ട്, ഈ ലോകത്തിൻ്റെ ആമേൻ അധിപതത്വം കണ്ടിട്ടൊന്നുമല്ല പിശാച് നിന്നെ ആക്രമിക്കാഞ്ഞത്. നീ ഒരു കാര്യം അറിഞ്ഞോണം, നിന്നെ തൊടാതിരുന്നതിൻ്റെ കാരണം കുഞ്ഞാടിൻ്റെ രക്തം നിന്റെ മേൽ ഉള്ളത് കൊണ്ടാ. ആ കുഞ്ഞാടിൻ്റെ രക്തം ഉള്ളത് കൊണ്ട് അവൻ പറയുകയാ, പിശാച് പറയുക, ഇവൻ സാധാരണക്കാരനല്ല, ഇവനോട് ആക്രമിക്കാൻ ഒക്കത്തില്ല, ഇവനെ തൊടാനൊക്കത്തില്ല, ഇവനൊരു കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ടവനാ, അതുകൊണ്ട് ഇവനെ തൊടാനൊക്കത്തില്ല. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് പിന്മാറുകയാ, ബലവാൻ പിന്മാറുകയാ. എന്താ കാര്യം? നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പ്രാപിച്ചവരെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. കഴുകനെ ആക്രമിക്കാൻ ഒരു പക്ഷി വന്ന് മണത്ത് നോക്കുക, കുഞ്ഞാ രക്തം കിടക്കുകയാ. അത് കണ്ടിട്ട് കഴുകൻ ആ പക്ഷി പറയാ, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ ചെറിയ കാര്യമല്ല, കണ്ടോ രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം നിന്റെ മേലൊരു കുഞ്ഞാടിൻ്റെ രക്തമുണ്ട്, ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്, ദൈവത്തിൻ്റെ കൃപയുണ്ട്. ഇനി എന്നെ അറിയോ? മാംസങ്ങളും എല്ലുകളുമെല്ലാം തിന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ തൊലിയെടുത്ത് പരവതാനി പോലെ ഈ കല്ലും മുള്ളും നിറഞ്ഞതിലേക്ക് വിരിച്ചിടും. എന്നിട്ട് അതിനകത്താ കഴുകൻ രാപാക്കുന്നത്. എന്നിട്ടേ പിന്നെ നമുക്കൊരു സുഖമായ പിന്നെ വീട്ടുപാത്തനയില്ല, പാത്തനയും എല്ലാ സൗകര്യവും ഉണ്ട്, പ്രാർത്ഥിക്കൂ വേണ്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്ത് കിട്ടിയില്ല, എന്ത് ചെയ്യത്തില്ല. ആ കുത്താണ് ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം വാക്യം. കഴുകൻ തൻ്റെ കൂട് ഇളക്കി മീതെ പറക്കുന്നു. കഴുകൻ തൻ്റെ കൂട് ഇളക്കി
ഞാൻ വായിച്ചു വിടുകയേ ഉള്ളൂ, സമയമില്ലാത്തതുകൊണ്ട്. കഴുകൻ തൻ്റെ കൂടെ ഇളക്കി എന്ത് ചെയ്യും? അവൻ മീതെ പാക്കും എന്ന് പറഞ്ഞാൽ ഈ പരവതാനി എടുത്ത് പുറത്തു കളയും. എന്നിട്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? അതിൻ്റെ ദേഹത്തൊക്കെ ഇത് കൊണ്ടുകയറും. ഇതൊക്കെ കൊള്ളുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ചില പരീക്ഷണങ്ങൾ നിൻ്റെ മുമ്പിൽ വെളിപ്പെടാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇനി ഈ കുഞ്ഞിനെ എടുത്തോണ്ടൊരു പോക്കുണ്ട്. മേളിൽ കൊണ്ടുപോയ തോറ്റ ഇടിയില്ല, ഇട്ട് കഴിയുമ്പം തലകീഴായി കുഞ്ഞൊരു വരവുണ്ട്. ആ വരവെന്ന് പറഞ്ഞാൽ 1.25 വരവാ. അപ്പം ആ കുഞ്ഞ് പറയാ, ഞാൻ ചിതറിപ്പോകും, ഞാൻ തീർന്നു പോയി, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ, തള്ളക്കഴുകൻ വന്നിട്ട് അത് ഭുജത്തിലെടുത്തുകൊണ്ട് മേലെ പടക്കുകയാ. കുഞ്ഞെ, നിന്നെ തകർക്കത്തില്ല, നിന്നെ നിലംപരിശാക്കത്തില്ല. നിനക്ക് പ്രതികൂലം തന്നത്, നിനക്ക് വേദന തന്നത്, നിനക്ക് സങ്കടം തന്നത് നിന്നെ ചിലത് പഠിപ്പിക്കാനാ. ആമേൻ ഹല്ലേലൂയ. ആത്മനിറവുള്ളവർ ആരാധിച്ചു തുടങ്ങട്ടെ. ആത്മസാന്നിധ്യം ഇന്ന് മകൾ വെളിപ്പെടുകയാണ്. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് മകൾ വെളിപ്പെടട്ടെ. പഠിപ്പിക്കുക. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കണം, നെഞ്ചിടുക്കമാ. പക്ഷേ കുഞ്ഞ് പറയാ, ഞാനോത്ത് തീർന്നു പോയെന്ന്, ഞാനോത്ത് തകർന്നെന്ന്. ഇല്ല കുഞ്ഞെ, നിന്നെ തകർക്കത്തില്ല, നിന്റെ പരീക്ഷണമാ. ആമേൻ. എന്തിനാണെന്നറിയോ? നീയും ഇതിനേക്കാൾ ശക്തിയോടെ പറക്കാനാ. ഹല്ലേലൂയ. നിന്നെ ഒതുക്കിയതല്ല, നിന്നെ പുറത്തു കൊണ്ടുവരാനാ. ആമേൻ, ഹല്ലേലൂയ. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. മീതെ പറക്കുന്നു. ഇനി സദൃശവാക്യം 30:19 വായിക്കുമ്പോൾ കഴുകന് വഴിയുണ്ട് എന്നുണ്ട്. ഇവിടെ കഴുകന് വഴിയുണ്ട്. കഴുകനില്ലാത്ത വഴിയിലൊന്നും മിണ്ടുന്നില്ല. നമ്മളെങ്ങനെയാണെന്നറിയോ? നമ്മൾ പോകും വഴിയെല്ലാം നമ്മൾ പോകുന്ന വഴിയെല്ലാം നമ്മുടെ വഴിയാ. അങ്ങനെയൊന്നുമല്ല, കഴുകന് വഴിയുണ്ട്. ആകാശത്തിൽ പറക്കുന്ന കഴുകന്, പാറയിൽ സഞ്ചരിക്കുന്ന പാമ്പിനും വഴിയുണ്ട്. മനസ്സിലാക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ. എന്തുകൊണ്ട് വഴിയുണ്ട്? ഇത് തോന്നുന്ന വഴിയെ പോകുന്ന പരിപാടിയല്ല, ഇതിനെ നിയന്ത്രിക്കുന്നവൻ ഒരുവനുണ്ട്. ഒരു ദൈവവൈതൽ എവിടെ ഇരിക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണം, എല്ലാത്തിനും വ്യവസ്ഥയുണ്ട്, പ്രമാണങ്ങളുണ്ട്, വഴികളുണ്ട്, നിയമാവലികളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എല്ലാ വാക്കും ഉപയോഗിക്കാനൊക്കത്തില്ല, എല്ലായിടത്തും പോകാനൊക്കില്ല, എല്ലാ ഭക്ഷണമൊന്നും കഴിക്കാനൊക്കത്തില്ല, എല്ലാ നിയമങ്ങളും ലംഘിക്കാനൊക്കത്തില്ല. ദൈവത്തിന് ചില പ്രമാണങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, നിയമാവലികളുണ്ട്. ആരാണ് ഞാൻ? അഭിഷേകനാണ്. എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. എനിക്ക് നിയന്ത്രണമല്ലാതെ വഴി തെറ്റാൻ വ്യവസ്ഥ ഇല്ല. വഴിയുണ്ട്. അവിടെ ഒന്നും ഞാൻ ഇറങ്ങുന്നില്ല, മിക്ക സമയമില്ലാത്തതുകൊണ്ട്. അടുത്തത് ആമേൻ, സ്തോത്രം. എത്ര ഉയരത്തിൽ പറന്നാലും താഴെ ഇരിക്കുന്ന സാധനം കഴുകന് കാണാം. സ്തോത്രമില്ല. 30 അടിയല്ല, 300 അടി ഉയരത്തിൽ പറന്നാലും കഴുകന് താഴെ ഇരിക്കുന്നത്. നമ്മളൊരു 8 അടി പറന്നാൽ മതി. പിന്നെ പാസേ കൂടെ ഇരുന്ന വിശ്വാസിയെ മിണ്ടുന്നില്ല. ആരാ? ചിലർ കാറെ കയറി വരുന്ന വരവൊക്കെ കാണണം. പാസ്റ്റർ കണ്ട് ഗ്ലാസ്സൊക്കെ ഒന്ന് താത്തിട്ട് ഹായ് പോയി. നീ എത്ര ഉയർന്നാലും നിന്റെ കാഴ്ചപ്പാട് മാറരുത്. ഉയരും തോറും മാറ്റം വരുന്നതല്ല. ആമേൻ. ഒറ്റ മാറ്റമേ ഉള്ളൂ. പ്രാപിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ, ഹല്ലേലൂയ. ഓബദ്യാവിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, ആമേൻ, ഞാൻ ഓബദ്യാവിന്റെ പുസ്തകം പറഞ്ഞപ്പോൾ എന്നോട് കോട്ടയത്ത് ഒരു അമ്മച്ചി ചോദിച്ചു, ഓബദ്യാവിനൊക്കെ പുസ്തകം കൊണ്ടുവന്നു. ഇരമയാവിന് പുസ്തകമുള്ളതായിട്ടൊക്കെ അറിയാം, പക്ഷെ ഓബദ്യാവിന് ഞാൻ പറഞ്ഞ അമ്മച്ചി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് ആരും ഇവിടെ പറയുന്നൊന്നും നമുക്കറിയാവുന്ന സങ്കീർത്തനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. ആമേൻ. ഓബദ്യാവിന് പുസ്തകമുണ്ട് കേട്ടോ. ആമേൻ, സ്തോത്രം. ഓബദ്യാവ് 1, ആമേൻ, സ്തോത്രം, 4-ാം വാക്യത്തിലാണ് പറയുന്നത്, അവൻ ആകാശത്തിന്റെ ഉയരങ്ങളിൽ എന്ത് ചെയ്യും? പറക്കും.
എങ്കിലും താഴെ ഇരിക്കുന്ന ചെറിയ സാധനത്തെ അവന് കാണാം. നമ്മുടെ കാഴ്ചപ്പാട് മാറരുത്. എത്ര പണം കൂടട്ടെ, എത്ര സമ്പത്ത് വർദ്ധിക്കട്ടെ, നാം തന്നെയായിരിക്കണം. നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മളിലുണ്ടായിരിക്കണം. അത് പ്രാപിച്ചവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുക, യെശയ്യാവിൻ്റെ പുസ്തകം, ആമേൻ, ആമേൻ, യെശയ്യാവ് 40 അതിൻ്റെ 30-31 വാക്യങ്ങളിൽ പറയുന്നു, ബാല്യക്കാർ ക്ഷീണിക്കും, യൗവനക്കാർ ഇടറും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരെന്ത് ചെയ്യും? കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ആര്? കാത്തിരിക്കുന്നവർ. ആരെ? കർത്താവിനെ. എന്തിന് കാത്തിരിക്കണം? ഇന്നലത്തെ ശക്തി പോരാ, ഇന്നലത്തെ കൃപ പോരാ, ഇന്നലത്തെ അഭിഷേകം പോരാ. ഒരു പുതിയത് എനിക്ക് വേണം, പുതിയത് ധരിക്കണം, പുതിയത് പ്രാപിക്കണം. പ്രാപിച്ചവരെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം അതിനകത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, പീലിപ്പോസ് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് പീലിപ്പോസിനോട് പറയുക, പീലിപ്പോസേ, ഗസയുടെ ധൈര്യത്തൂടെ നടക്കാൻ പറഞ്ഞു. പീലിപ്പോസ് നടക്കുകയല്ല, 80 വയസ്സുള്ള, ഇവിടെ ശ്രദ്ധിച്ചേ, 80 വയസ്സുള്ള അപ്പച്ചനാ പീലിപ്പോസ്. നാലിയ സ്വതം 80 വയസ്സുള്ള അപ്പച്ചനെ ഇപ്പം കണ്ട പരുവക്കേടില്ല. എന്തിനാ 60 വയസ്സുള്ള അപ്പച്ചന് നടക്കത്തില്ലല്ലോ? ഇല്ല. മുട്ടുമ്മേ മിണ്ടുന്നില്ല. അതെങ്ങനെയാ? ജായ്ബാബ വന്നിരിക്കുന്ന പോലെയല്ലേ ഇരിക്കുന്നത്? ഗ്ലോറി, ഗ്ലോറി. എന്നോട് എറണാകുളത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയപ്പോൾ എന്നോട് ഒരു അപ്പച്ചൻ പറഞ്ഞു, പാഷേ, എല്ലാവരും തുള്ളുന്നു, എനിക്ക് മാത്രം തുള്ളാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോണ്ടല്ലോ, ഞാൻ ചോദിച്ചു, അപ്പച്ച ഇതിൻ്റെ അർത്ഥം അറിയാമെന്ന് ചോദിച്ചു. ഇങ്ങോട്ടൊന്നും ആത്മാവ് വരുമോ? ദൈവത്തെ കരവടിച്ച് ആരാധിക്കണം. കാരണം എന്നാന്നോ? ജീവനോട് നിർത്തിയ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നൃത്തം ചെയ്ത ദൈവത്തെ ഞങ്ങൾ ഈ ദിവസങ്ങളെല്ലാം എന്നാ ആരാധനയാണെന്നോ? ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ആർമിയുടെ ക്വാർട്ടേഴ്സിനകത്താണ് സംഭവം നടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ കർത്താവിൻ്റെ ദാസനോട് ചോദിക്കണം, എന്നാ ആരാധനയാണ്? ഞങ്ങളുടെ കൂടെ ഉള്ളതിനൊന്നും ഒച്ചയ്ക്ക് ഒരു കുറവുമില്ല, ആത്മാവിനങ്ങ് നിറയുക. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാ? അവർ പറഞ്ഞു, തമ്പുരാൻ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞു. ആത്മാവിന് നൃത്തം ചെയ്യുന്ന ദൈവത്തെ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. 80 വയസ്സുള്ള അപ്പച്ചനോട് പറയാ, ഷണ്ണനോടൊപ്പം നടക്കാൻ. ഗസയുടെ തീരത്ത് ചവിട്ടി പൊടിപടലങ്ങൾ, ഗസയുടെ പൊടിപടലങ്ങൾ അപ്പച്ചനോട് പറയുക, എൻ്റെ അപ്പച്ച, ഈ പൊടിപടലമായ ഈ ഗസയുണ്ടല്ലോ, നീ എവിടെയാടാ ചവിട്ടിയേക്കുന്നത്? നിൻ്റെ കാല്, നീ ഏത് ദേശത്താ നിൽക്കുന്നത് നിനക്കറിയാവോ? അമ്മാനം പുള്ളി ചോദിച്ചു, ഏത് ദേശത്താ? ആമേൻ, ഹല്ലേലൂയ. കിടുകിട വിറപ്പിച്ച ശിംശോന്റെ, ആമേൻ, ഹല്ലേലൂയ, അവനെ ചങ്ങലയിട്ട് ബന്ധിച്ച ദേശമാകത. ആമേൻ, ഈ ദേശം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഗസ എന്ന് പറയുന്ന ദേശം ശിംശോനെ കെട്ടിയ ദേശമാ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ശിംശോനെ കീഴ്മേൽ മറിച്ച ദേശമാ. നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു രസം തോന്നും. ശിംശോൻ, ഞാൻ ചോദിക്കട്ടെ, ഒരു കുറുക്കനെ പിടിച്ച് പന്തം കെട്ടാവോ? മോദി എല്ലാം പറഞ്ഞു, കുറുക്കൻ നിൽക്കുക വാലുമായിട്ട്, കെട്ടിക്കോ. കുറുക്കനൊന്നും നിൽക്കത്തില്ല. പക്ഷെ 300 കുറുക്കനെ പിടിച്ച് കെട്ടിയ ആ പുള്ളിയെ ഞാൻ സമ്മതിച്ചിരിക്കുക. അയാൾ എന്നാ സാധനം കണ്ട അന്നാലേ ഞാൻ വീണേനെ. ഇതെങ്ങനെ സാധിച്ചെന്നാ എൻ്റെ സംശയം. 300 കുറുക്കനെ, 1-2 വല്ലതും ആണോ? അതിനെ പിടിച്ച് അതിൻ്റെ വാല പന്തം കെട്ടിയിട്ട് അവിടെ കൃഷി നശിപ്പിച്ച് കളഞ്ഞു. അവൻ ആരാ സാധനം? അവനെ ബന്ധിച്ച ദേശമാ ഈ ദേശം. ദേശക്കാർ പറയുക, ആ മണ്ണ് പറയുക, എന്നിട്ടാ നീ വന്ന് കിടന്നുകൊണ്ട് എന്ത് ചെയ്യുന്നേ? 80 വയസ്സുള്ള അപ്പച്ച
നീ കിടന്ന് തുള്ളുന്നത്. ആമേ അപ്പച്ചൻ പറഞ്ഞു, ആ ആത്മാവല്ല എൻ്റെ ആത്മാവ്. ഇത് ആത്മാവ് വേറെയാ മോനെ. ആമേ അത് വന്നും പോയി ഉള്ള ആത്മാവാ. ഇത് വന്നും പോകുന്ന ആത്മാവല്ല, ഇത് സർവ്വതിനും തവിട് പൊടിയാക്കുന്ന ആത്മാവാ. ആമേ നാലിയ മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുക. നീ ഒരു ദേശത്ത് കാലുകുത്തി ആ ദേശം നിന്റേതാന്നേ അവകാശം പറയുന്ന ആത്മാവാ നിന്റെ കൂടെ ഉള്ളത്. ആമേൻ അവകാശം പറഞ്ഞ ആത്മാവാ. ആമേൻ പ്രാപിച്ചവരെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിന്റെ പ്രായമോ പരിധിയോ നിന്റെ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ലെന്ന്. നിന്റെ മേൽ ആത്മാവുണ്ടെങ്കിൽ നീ ഏത് ദേശത്ത് കാലുകുത്തിയാലും ആ ദേശത്ത് നീ അവകാശമായി പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ. ആ ദേശം നിനക്ക് സ്വന്തമാകുന്നേ. നിന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം പോകുന്നേ. ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവശക്തിയാ. ഇന്നലകളിലെ ശക്തിയല്ല, ഇന്നലകളിലെ കൃപയല്ല, ശിംശോന്റെ മേൽ പകർന്ന കൃപയല്ല. ഈ കൃപ ഒരു പുതിയ കൃപയാ. ഇത് കാത്തിരുന്ന് കിട്ടിയ കൃപയാ. എവിടെ വെച്ചാ? അപ്പോസ്തല മാളിയ മുറിക്കകത്ത് കാത്തിരുന്നപ്പം കിട്ടിയ കൃപയാ. അഗ്നിനാവുകളോടുകൂടി വെളിപ്പെട്ട കൃപയാ. ഈ കൃപയുടെ മുമ്പിൽ ഒരു ശക്തിയും നിൽക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. കൃപ പ്രാപിച്ച ദൈവമക്കളെ ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വാക്കുകൾ ഇവിടെ പര്യവസാനം കുറിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനോട് ഞാൻ ചോദിച്ചു, ദാവീദേ, എന്താണ് അങ്ങ് കാണാനുള്ള ഈ സങ്കീർത്തനം എഴുതാനുള്ള കാരണമെന്താണ്? അദ്ദേഹം എന്നോട് പറയുക, ആമേൻ, വനവും വനാന്തരവുമായി അഭേദ്യ ബന്ധമുള്ളയാളാ ദാവീദ്. ദാവീദ് പറഞ്ഞൊരിക്കൽ, ഒരു മെയ് മാസമായപ്പോൾ ഞാനൊരു കാഴ്ച കണ്ട് അന്തം വിട്ടുപോയി. മെയ് മാസം 1-ാം തീയതി ഒരു കഴുകൻ പാതയുടെ മുകളിൽ കയറി അല്പം പൂടയൊക്കെ വെച്ചിട്ട് വലിയ നെയ്മുത്തിയ ശരീരവുമായി കൊക്കുകളൊക്കെ അതിൻ്റെ ചുണ്ടൊക്കെ വലുതായി, ആഹാരം കഴിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയാതെ ആ പാതയുടെ മുകളിൽ കയറി ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അവൻ തൻ്റെ പപ്പും പൂടയെല്ലാം വലിച്ചു പറിച്ചു കളഞ്ഞു. അവന് വേദനിക്കുന്നുണ്ടെങ്കിലും അവന് സങ്കടമുണ്ടെങ്കിലും അവൻ അതെല്ലാം വലിച്ചു പറിച്ചു പറിച്ച് കളഞ്ഞിട്ട് ആ ചുണ്ടുകളിട്ടിങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, മെയിലെ ചൂട്, മേളിൽ നിന്നുള്ള ചൂട്, പാറയുടെ ചൂട്, ഇത് രണ്ടും കൂടെ അടിച്ചു കഴിഞ്ഞപ്പം ശരീരം മുഴുവൻ വിണ്ടുകീറിയിട്ട് അതിനകത്തു നിന്ന് നെയ്യും നെയ്ക്കഷ്ണവും ഒക്കെ ഒലിച്ചങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ പോകുകയാ. ആഹാരമില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ സങ്കടം വന്നതിൻ്റെ കാരണം എന്താണെന്നോ? കാത്തിരിപ്പത്ര എളുപ്പമല്ല. എന്തിനാ ഉപവാസിക്കേണ്ടത്? എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? എന്തിനാ ഉപവാസിക്കേണ്ടത്? ദൈവത്തിനായി കാത്തിരിക്കണം. ചിലതൊക്കെ വെടിഞ്ഞ് ദൈവസന്നിധി ഇരിക്കുന്നത് എന്തിനാ? അതിശക്തിയോടെ നിന്റെ ബലം നിന്റെ മേൽ വ്യാപരിക്കേണ്ടതിനാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾക്കറിയാവോ, ദാവീദ് നോക്കിയപ്പോൾ അത് 30 നിലംപരിശായി വീണുപോയി. എന്താ, വെള്ളമില്ല, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അത് വീണ് കിടക്കുന്നതിൻ്റെ മുമ്പിൽ കാക്കയും മറ്റു പക്ഷികളുമെല്ലാം നേരെ നിൽക്കത്തില്ല. പക്ഷേ വീണ് കഴിഞ്ഞപ്പം മാംസം കൊത്തിപ്പറിക്കാൻ കാത്തിരിക്കുകയാ. നിന്റെ മാംസമെല്ലാം കൊത്തിപ്പറിക്കാൻ, നിന്നെ നിർമൂലമാക്കാൻ അവൻ തീർന്നു. അവൻ ഇനി എഴുന്നേൽക്കുകയില്ല. അവൻ ഇവിടം കൊണ്ട് അവസാനിച്ചു. ഇനി അവൻ്റെ ശുശ്രൂഷയില്ല, അവൻ്റെ മേഖലകളില്ല, ഇനി അവനും അവൻ്റെ കുടുംബവും ഇവിടെയില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി. നിന്റെ മാംസങ്ങൾ കൊത്തിപ്പറിക്കാൻ കാത്തിരുന്ന പിശാചിന്റെ മുമ്പിൽ പ്രതീക്ഷയോടിരുന്ന പിശാചേ, നിനക്ക് ഒരു ദുഃഖവാർത്തയുണ്ട്. മെയ് മാസം 30 കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ജൂൺ 1 കാർമേഘം ഇരുണ്ടു തുടങ്ങി. മന്ദമായ കാറ്റ് ഇതിനെ തലോടാൻ തുടങ്ങി. ആലിപ്പഴവും മഴയും കൂടെ പെയ്തു കഴിഞ്ഞ് ആലിപ്പഴം വന്ന് മുറിവിലേക്ക് വീണപ്പം മുറിവ് ജോയിൻ്റ് ആകുക മാത്രമല്ല, പപ്പും പൂടയും വരാൻ തുടങ്ങി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കഴുകൻ എഴുന്നേറ്റ് ഒരു നിപ്പ് നിന്നിട്ട് ഒരു കൊടച്ചിൽ കുടഞ്ഞു. ഒറ്റ ഒരുത്തം നിന്നില്ല.
നിനക്ക് കുഴിവെട്ടി കാത്തിരുന്നവർ, നിന്നെ നശിപ്പിക്കാൻ നോക്കിയിരുന്നവർ, നിന്റെ കുടുംബത്തെ ഉന്മൂലമാക്കാൻ നോക്കിയിരുന്നവർ, നിന്റെ തലമുറയെ നശിപ്പിക്കാൻ നോക്കിയിരുന്നവർ, അവരുടെ മുമ്പിൽ ഒരു ബലത്തോടെ നീ എഴുന്നേക്കാൻ പോകുകയാണ്. നിന്റെ ഉള്ളിൽ ഒരു ആത്മശക്തി വെളിപ്പെടാൻ പോകുകയാണ്. ആത്മസാന്നിധ്യം, ആത്മകൃപ, ആത്മാവിന്റെ വെളിപ്പാട് വെളിപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആത്മാവിന്റെ ഇത് കണ്ടിട്ടാണ് ദാവീദ് വിളിച്ചു പറഞ്ഞത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം ഞാൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തുട്ടി വരും. എല്ലാ കണ്ണുകളും ദൈവസന്നിധി അടയ്ക്കാം. കുഞ്ഞെ, നിന്നെ നശിപ്പിക്കാനല്ല, നിന്നെ നിലംപരിശാക്കാനല്ല. നിന്റെ ശത്രു നിന്നോട് പറയും, നീ തീർന്നു, നീ അവസാനിച്ചു. ചിരിപൂരിയോടെ നീ വിളിച്ചു പറ, ഞാൻ അവസാനിച്ചിട്ടില്ല, എൻ്റെ ബലം എൻ്റെ ഉള്ളിലുണ്ട്.